കുറെ ആൾക്കാർ ഞങ്ങളെ തെറ്റിപ്പിക്കാനൊക്കെ നോക്കിയിട്ട് ഈവൻ ഞങ്ങളുടെ ഭർത്താക്കന്മാരും വരെ അതെ നീ 24 മണിക്കൂർ എന്താ അവളെ കൂടി നടക്കുന്നത് എന്നൊക്കെ ചോദിക്കും. തെറ്റിക്കാൻ വേണ്ടി കുറെ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. ചെറിയൊരു ഡ്രിങ്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഒന്ന് എടുത്തിട്ട് വരട്ടെ. ഇതാണ് ക്രിസ്മസ് സ്പെഷ്യൽ വെൽക്കം ഡ്രിങ്ക് ആണ്. ഭയങ്കര കളർഫുൾ അല്ലേ? അതെ, ഒന്നിനൊരു കുറവ് വരണ്ടെന്ന് വെച്ചാൽ പിള്ളേരൊക്കെ ഇല്ലല്ലേ, അവരെയും കൂടി ഇംപ്രസ് ചെയ്യണ്ടേ. ഇതിപ്പോ എവിടെന്നാ തുടങ്ങേണ്ടത്? അതെ, ഇത് മേളിൽ നിന്ന് തുടങ്ങുമോ താഴെ തുടങ്ങുമോ? ഓക്കെ, ഇതാണ് ബോയിൽഡ് ഗ്രേപ്പ് ജ്യൂസ്. ശില്പ ഉണ്ടാക്കിയല്ലേ, എന്തായാലും നല്ലതായിരിക്കും. അതല്ലേ, ഒന്ന് കുടിച്ചു നോക്കൂ. അടിപൊളി, ഇഷ്ടപ്പെട്ടോ? സാധാരണ രീതിയിൽ ഗ്രേപ്പ് ജ്യൂസ് നമ്മൾ ഗ്രേപ്പ് മിക്സിയിൽ ചുമ്മാ അടിച്ച് പഞ്ചസാര ഇട്ടിട്ടല്ലേ ഉണ്ടാക്കാം. ഇത് ഗ്രേപ്പ് ആദ്യം ബോയിൽ ചെയ്യും, ഷുഗർ ഇട്ടിട്ട്, എന്നിട്ട് നല്ലൊരു തിക്ക് കോൺസെൻട്രേറ്റ് ആക്കും. നമ്മൾ തോലൊക്കെ അരിച്ച് കോൺസെൻട്രേറ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ച് ഐസ് ഇട്ടിട്ട് കുടിക്കും. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? തന്നച്ഛന് ഇഷ്ടപ്പെട്ടാ? ഔട്ട് ഓഫ് 10 എത്ര തരും? അപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്തായാലും ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ നിങ്ങൾ ഇപ്പൊ തൽക്കാലം ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഞാൻ അമ്മമാരെ രണ്ടുപേരും ഒന്ന് ഉള്ളിലൊക്കെ കൊണ്ടിട്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ നിങ്ങൾ എനിക്ക് ഉള്ളിൽ ഞങ്ങളാണോ ഉണ്ടാക്കണ്ടേ? ആണെങ്കിൽ പണിയെടുക്കാതെ ഒന്ന് കഴിക്കാന്ന് നടക്കൂല. ഇല്ല കേട്ടോ, ഇവിടെ വന്നാൽ ഞാൻ അങ്ങനെ പണിയെടുപ്പിക്കാറൊന്നും ഇല്ല. പിന്നെ മനസ്സറിഞ്ഞ് സഹായിക്കാൻ അതൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും ഉള്ളി പൊളിക്കോ ഞാൻ അതും ചെയ്യിപ്പിക്കണം. നമുക്ക് കുശലം പറഞ്ഞുകൊണ്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് പോവാം കിച്ചണിലോട്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കട്ടെ, ഇപ്പൊ വിളിക്കാം. എങ്ങനെയുണ്ട് ചേച്ചിമാരെ എന്റെ അടുക്കള? കണ്ടിട്ട് മാതൃകയാക്കാൻ തോന്നുന്നുണ്ടോ? സത്യം കണ്ടിട്ട് ഈ മുന്തിരിയൊക്കെ കൊണ്ടുപോയ കൊള്ളാന്നുണ്ട്. ഇതൊക്കെ ക്രിസ്മസ് സ്പെഷ്യൽ ആട്ടോ. ഇത് എപ്പോഴും ഉണ്ടാവാറില്ല. നല്ല രസമുണ്ടല്ലോ, നല്ല ഭംഗിയുള്ള ക്രിസ്മസ് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ നല്ല സ്പെഷ്യൽ ഡിഷാണ്. ഡക്ക് മപ്പാസും മുട്ടയപ്പവും. വിശക്കണില്ലെങ്കിലും തിന്നുമല്ലേ? എത്ര എനിക്ക് ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഈ വെരി ക്രിസ്മസ് ഫുഡൊക്കെ ഞാൻ എന്താ പറയാ എപ്പോഴും ഇത് കഴിക്കുന്നവരുടെ മുമ്പിൽ ഉണ്ടാക്കുന്നതിന്റെ ചെറിയ ടെൻഷൻ ഉണ്ട് എനിക്ക്. സത്യം പറഞ്ഞാൽ ഒരു ടെൻഷൻ ഉണ്ട്, പാളിപ്പോയാലും നമ്മളൊന്നും പറയില്ല, തിന്നുമല്ലേ? അപ്പൊ ആദ്യം നമുക്ക് ഡക്കിനൊന്ന് മാരിനേറ്റ് ചെയ്യാം കേട്ടോ. മല്ലിപ്പൊടി 4 സ്പൂണും മുളക് പൊടി 3 സ്പൂണും ഇട്ടുണ്ട്. ഞാൻ എരിവൊക്കെ കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് വിശാലമായി മുളകിട്ടു, കുഴപ്പമില്ലല്ലോ. അപ്പം പിന്നെ ഉപ്പിടുന്നു, നമ്മൾ സ്ഥിരം മാരിനേഷൻ സാധനങ്ങള്. ഇതിപ്പോ വിനാഗിരി നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണല്ലോ വിനാഗിരി. ഒന്ന് സോഫ്റ്റ് ആവാനും ആ ഫ്ലേവർ. ശില്പ മറ്റേ നാരങ്ങ നീര് ഒഴിക്കൂല? നാരങ്ങ നീർക്ക് പകരം വിനാഗിരി. ഇനി വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഇടാണ്. ശില്പ ഇതൊക്കെ എങ്ങനെ പഠിച്ച്? ശരിക്കും പറഞ്ഞാൽ കുക്കിംഗ് എല്ലാ പെൺകുട്ടികളെയും പോലെ കല്യാണ ശേഷം തന്നെയാണ് ഞാനും പഠിച്ചത്. ഇത് കുറച്ചു നേരം വേണ്ട ആക്ച്വലി, പെട്ടെന്ന് മാരിനേറ്റ് ചെയ്ത് നമ്മൾ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഡക്കിന്റെ മപ്പാസ് ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. ഇല്ല, ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാനും ഈ പരീക്ഷണം പാളിപ്പോയാലും കഴിക്കൂ എന്ന് പറഞ്ഞു. ഒരിക്കലും പേടിക്കണ്ട. 3 സ്പൂൺ മുളക് പൊടി, 4 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, 2 കുഞ്ഞു സ്പൂൺ വിനാഗിരി. നമ്മൾ കുറച്ച് അരിഞ്ഞു വെച്ച സാധനം ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല. ഇതാണ് സംഭവം. ബേസിക്കലി എളുപ്പപ്പണിയാണ് ലഞ്ച് ബോക്സിന്റെ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കാം, അത്രയും ട്രിക്സ് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ചേർത്തിട്ട്, ഞാൻ സ്പൈസിനൊന്നും ഒരു കുറവ് വരുത്തുന്നില്ല കേട്ടോ. ഇത് അത്ര സ്പൈസിയും ആയിരിക്കില്ല, കാരണം നമ്മൾ തേങ്ങാപ്പാലിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്, അത് പിടിച്ചോളും. അപ്പം ഇത് ഇനി എന്ത് ചെയ്യാൻ പറ്റണം, ഇതെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്.